ചില മനുഷ്യന്മാർ വലിയ ബർക്കത്തുള്ള മനുഷ്യന്മാരുണ്ടാവുന്നു. ചില ആൾക്കാർ തൊട്ടാൽ തന്നെ ഭയങ്കര ബർക്കത്താണ്, ചിലർ വന്നാൽ തന്നെ വലിയ ബർക്കത്താണ്. അങ്ങനെ ഉണ്ടാവും. മനുഷ്യന്മാരിലും ഉണ്ട് ബർക്കത്തുള്ള മനുഷ്യന്മാർ, ബർക്കത്തില്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ബറക്കത്തിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ചില മരങ്ങൾക്ക് വലിയ ബറക്കത്തുണ്ടാവുമെന്നാണ്, ചില സദസ്സുകൾക്ക് വലിയ ബറക്കത്തുണ്ടായിരിക്കും. എല്ലാ ബറക്കത്തും എല്ലാ സദസ്സും ബറക്കത്തുള്ളതായിക്കൊള്ളണമെന്നില്ല. ചില സദസ്സുകൾ വലിയ ബറക്കത്തുണ്ടാവും. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യം സൂക്ഷിക്കണമെന്നാണ്. മക്കളുടെ ബറക്കത്താണ് വലിയ ബറക്കത്ത്. 5 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം, മക്കൾ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. പൂജിച്ച് കിട്ടുന്ന ഏത് സാധനത്തിനും ബറക്കത്ത് കൂടുതലുണ്ടായിരിക്കും എന്നാണ്. ഒരു മൊബൈൽ ഫോൺ കിട്ടിയെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഒരു മൊബൈൽ കിട്ടിയാൽ ഭയങ്കര ബർക്കത്തുണ്ടാവും. അതിന് 4 മൊബൈലുള്ള ആൾക്ക് 5ാമത്തെ ഒരു മൊബൈലും കൂടി കിട്ടിയാൽ വലിയ ബർക്കത്തൊന്നും ഉണ്ടാവില്ല. ആഗ്രഹിച്ച് കിട്ടുന്നതിന് ബറക്കത്ത് കൂടുതലായിരിക്കും. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എൻ്റെ വയലത് ഞാൻ വിചാരിക്കുകയാണ്. അതായത് നമുക്കിങ്ങനെ തോന്നും നമ്മളെ കുട്ടികളൊക്കെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയത് തന്നെ അല്ലേ. അത് മനസ്സിലാവണമെങ്കിൽ ഒരു 28 കൊല്ലം അപ്പുറത്തേക്ക് ചിന്തിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ പുതിയാപ്പിളയും പുതിയണ്ണും കൂടി ഏകോപിച്ചെടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് നമുക്ക് കുട്ടികൾ വേണ്ടെന്നാണ്. പിന്നെ അതിൻ്റെ ഇടയിലാണ് കുട്ടി ഉണ്ടായപ്പോൾ എന്ത് പറഞ്ഞു, എന്താപ്പ കാട്ടുക, പടച്ചോന്റെ വിധിയല്ലേ, തന്നത് വാങ്ങല്ലാതെ. അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും, ആഗ്രഹിക്കാതെ കിട്ടിയാൽ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം എന്ത് സംഗതിയാണെങ്കിലും മക്കളാണെങ്കിൽ പ്രത്യേകിച്ചും ബറക്കത്തുണ്ടാവണമെങ്കിൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. കുടുങ്ങിയിട്ട് തന്നാ വാങ്ങല്ലാതെ എന്താ കാട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാവാൻ പാടില്ല. ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. 1. രണ്ടാമത്തെ കാര്യം, നല്ല പേരിടണം, ബറക്കത്തുണ്ടായിരിക്കും. എല്ലാ സാധനത്തിനും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു പേരിട്ടാൽ പേരിൻ്റെ ബറക്കത്തുണ്ടായിരിക്കും. പേര് ഭയങ്കര ബറക്കത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണെന്ന് കരുതിയിട്ട് കുട്ടിക്ക് അബൂബക്കർ എന്ന് പേരിട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിലും ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. അബൂബക്കർ സിദ്ദീഖിന്റെ പേരാണെന്ന് കരുതി ഇടണം, എന്നാലേ ഉള്ളൂ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ട് കുട്ടിക്ക് മുഹിയുദ്ദീൻ എന്ന് പേരിട്ടാല് ദീനിൽ മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ആ കുട്ടി കാരണം ഹയാത്താകും. എന്തെങ്കിലും ഒരു കാര്യം, മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യം ആ കുട്ടി കാരണം ഹയാത്താവും. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരാണ് എന്ന് കരുതിയിട്ടിടണം. ഉദ്ദേശത്തിനനുസരിച്ച പേര് വളരെ പ്രധാനമാണ്. ജീവിക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അതിനനുസരിച്ച പേരിടണം. ജ്വല്ലറി തുടങ്ങി, കണ്ണടപ്പീടി തുടങ്ങി, ട്രാവൽസ് തുടങ്ങി, അല്ലെങ്കിൽ വെറും റേഷൻ ഷാപ്പാണെന്ന് വിചാരിച്ചോളി, ഓട്ടോറിക്ഷ വാങ്ങി, പേരിടുമ്പോൾ എന്ത് നോക്കണം? ഒജീനത്തിന് വക നോക്കാനാണെങ്കിൽ അതിനനുസരിച്ച പേര്. എന്താണ് ആ ഉദ്ദേശം, അതിനനുസരിച്ച പേര്. പേരിൽ വലിയ ബറക്കത്തുണ്ട്. ഏതൊരു മനുഷ്യനെ കണ്ട് പരിചയപ്പെടുകയാണെങ്കിലും പേര് ചോദിക്കണം എന്നാണ്. പേര് ചോദിച്ച് പരിചയപ്പെട്ട ആളെ മഹ്ശറയിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് എന്നാണ് വന്നിട്ടുള്ളത്. ദുനിയാവെന്ന് പേര് ചോദിച്ച ആളെ മഹ്ശറയിൽ നിന്ന് കണ്ടുമുട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ പേര് ഭയങ്കര സംഭവമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിലേക്ക് വന്ന പല ആളുകളുടെയും പേര് മോശമായത് കൊണ്ട് മാറ്റിയിട്ടുണ്ട്, നല്ല പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേരിൽ വലിയ ബറക്കത്തുണ്ട്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ച് കിട്ടിയതാവണം. അതിനിപ്പോ ഞാൻ എന്താ കാട്ടുക, സംഗതി 14 വയസ്സായല്ലോ കുട്ടിക്ക്, ഇനിയിപ്പോ ആഗ്രഹിച്ച് കിട്ടിയതാവാൻ നിർവാഹമുണ്ട്. ഇപ്പണ്ട് ആഗ്രഹിച്ചാളി ബാക്കിൽക്ക് ആഗ്രഹിക്കണം. പടച്ചോനെ, പണ്ട് സംഗതി ഞാൻ അങ്ങനെ ഒരു 3 കൊല്ലത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അതിൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ്, അങ്ങനെ തീരുമാനിക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോ മാറ്റി തീരുമാനിച്ചാൽ മതി. ഇന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ കുട്ടി നേരാവും. ആഗ്രഹിച്ച് കിട്ടിയതിന് ബറക്കത്ത് കൂടുതലായിരിക്കും. നല്ല പേര്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, വന്നിട്ട് പറഞ്ഞു,
അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു ചെക്കുണ്ട്, പറഞ്ഞാൽ തന്നെ കേൾക്കൂലായിരുന്നു. എത്ര പറഞ്ഞാലും അനുസരണ ഇല്ലാത്തൊരു ചെക്കുണ്ട് കാരണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഓന്റെ പേരെന്താ ഇട്ടിക്കണേന്ന് ചോദിച്ചു. അതിൽ വന്ന ആള് പറഞ്ഞു ജുആൽ എന്നാണ് പേരിട്ട് പറഞ്ഞു. വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നേരാവില്ല പറഞ്ഞു, പേര് മാറ്റുക. വണ്ട് എന്ന് പേരിട്ടാണ് പിന്നെ ആ കുട്ടി നേരാവണമെന്ന് പറഞ്ഞാൽ പിന്നെ എവിടുന്ന് നടക്കാനാ. അതുകൊണ്ട് ബറക്കത്തിൻ്റെ രണ്ടാം വഴി നല്ല ബറക്കത്തുള്ള പേരുണ്ടായിരിക്കണം. അർത്ഥം പ്രധാനം തന്നെയാണ്. അർത്ഥം പ്രധാനമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അർത്ഥത്തേക്കാൾ പ്രധാനമാണ് ഇതാരെ പേരാണ്, എന്ത് ഉദ്ദേശത്തിലിട്ടതാണ് എന്നത്. അപ്പോൾ ചരിത്രപരമായി പ്രാധാന്യമുള്ള പേര്, ബദരീങ്ങളെ പേര് ഉദാഹരണം, അതിൻ്റെ ഗുണമുണ്ടാവും. ഉഹുദീങ്ങളെ പേര് അതിൻ്റെ ഗുണമുണ്ടാവും. സഹാബത്തിൻ്റെ പേര് അതിൻ്റെ ഗുണമുണ്ടാവും. അമ്പിയാക്കളെ പേര് അതിൻ്റെ ഗുണമുണ്ടാവും. നമ്മളിപ്പോൾ എല്ലാ പേരും അർത്ഥം നോക്കിയിട്ടൊന്നുമല്ല ഇടാ. ഇപ്പം നമ്മൾ മൂസ എന്ന് പേരിടുമല്ലോ, മൂസ, ഒരുപാട് അറിയപ്പെട്ട ആൾക്കാരെ പേര് മൂസ എന്നാണ്. ആ വാക്കിന് അറബിയിൽ കത്തി എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ആ അർത്ഥം നോക്കിയിട്ടല്ലോ, മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണെന്ന് എഴുതിയിട്ടതല്ലേ. ഉദ്ദേശത്തിനാണ് വളരെ പ്രാധാന്യമുള്ളത്, അർത്ഥത്തിന് പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറയണത്. അർത്ഥത്തെക്കാൾ പ്രധാനപ്പെട്ടത് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതാണ്. അതുകൊണ്ട് നല്ല ആളുകളുടെ പേര്, ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര്, ചരിത്രത്തിൽ പ്രസിദ്ധമായ പേര്, മഹത്തായ ചരിത്രങ്ങളെ കൊണ്ട് അറിയപ്പെട്ട പേര്, അങ്ങനെയുള്ള പേരുകൾ ഇടുക എന്നതാണ് ബറക്കത്തിന്റെ രണ്ടാം വഴി. ബറക്കത്തിന്റെ മൂന്നാമത്തെ വഴി ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കുകയും ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഭക്ഷണം ഒരിക്കലും ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബായിരിക്കണം. എല്ലാ ഹലാലുകളും ത്വയ്യിബല്ല, എല്ലാ ത്വയ്യിബുകളും ഹലാലാകുന്നു. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബായിരിക്കണം. എല്ലാ ഹലാലും ത്വയ്യിബാവൂല, എല്ലാ ത്വയ്യിബും ഹലാലാണ്. അതുകൊണ്ട് ത്വയ്യിബാണ്. എന്താ ഹലാലും ത്വയ്യിബും തമ്മിലുള്ള വ്യത്യാസം? ഒരു വിഷയം ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം, ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാണ്, ത്വയ്യിബാവൂല. ജീവൻ നിലനിർത്താൻ ഒരാൾക്ക് ജീവൻ പോകാൻ പോവുകയാണ്, അപ്പൊ ഒരു പന്നി ചത്തിടക്കുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാകും, പക്ഷേ അത് ത്വയ്യിബാവൂല. ഹലാല് വേറെയാണ്, ത്വയ്യിബ് വേറെയാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവന് തൃപ്തി ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ ത്വയ്യിബാവുള്ളൂ. കച്ചവടമാണ് ഉദാഹരണം. കച്ചവടം ചെയ്യാണ് ഒരാളത്തെ എന്തെങ്കിലും ഒരു മുതലുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് മൊബൈൽ കച്ചവടമാണെന്ന് വിചാരിക്കാം. എനിക്ക് മൊബൈൽ കച്ചവടമാണ്, ഞാൻ ജപ്പാനിൽ നിന്ന് ഇറക്കിയതാണ് ഈ മൊബൈൽ എന്ന് വിചാരിച്ചോളി. വിചാരിക്കാപ്പം എന്തും വിചാരിക്കാലോ. ഇത് ഫ്രീ കിട്ടിയതാണ്, മൊലയന്മാരൊന്നും കൈയെടുത്ത് വാങ്ങലില്ല, ഒക്കെ ഫ്രീ കിട്ടിയതാണ്. ഇത് ജപ്പാനിൽ നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതാണെന്ന് വിചാരിച്ചോളി. ഇതിന് 10,000 രൂപയാണ് എനിക്കവിടെ വില. ഇൻ്റെ മുതലാണ്. എനിക്ക് 15-ന് വിൽക്കാം, 20-ന് വിൽക്കാം. വേണ്ടവർ മേടിച്ചാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. 20-ന് ഇത് വാങ്ങി എഴുതിയിട്ട് ആൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. നഷ്ടമാവുമെങ്കിൽ കൊള്ളലാഭാവും, അതുകൊണ്ട് പറ്റൂല. 20-ന് വാങ്ങാം, ഹലാലാവും. ത്വയ്യിബാകണമെങ്കിൽ ഇത് വാങ്ങിയ ആള് ഇതിൻ്റെ ഒറിജിനൽ വില അറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട് കച്ചവടത്തിന്. നമ്മളത് വാങ്ങി സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് വാങ്ങി എന്ന് വിചാരിച്ചോളി. എവിടുന്നാ അപ്പോൾ സെൻറ്റിന് 1,00,000-ന് കിട്ടാന്നാ? കുറച്ച് വേണമെന്നൊന്നും പറയാൻ വരണ്ട, വിചാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്, സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് നമ്മളത് വാങ്ങിയിട്ട് പട്ടയം ഉണ്ടായിരുന്നില്ല, പട്ടയം വാങ്ങി നികുതി അടച്ചു. സൈഡ് ചുവന്ന കല്ലുകൊണ്ട് 4 വരി കെട്ടി വൃത്തിയാക്കി, കുറച്ച് JCB കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് നിരത്തി, കുറച്ച് വാഴ കുഴിച്ചിട്ടു,
ദേശം മുരിങ്ങാക്കാലൊക്കെ നാട്ടി അയിമ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി, കണ്ടാൽ ഭയങ്കര റാഹത്ത്. ഒരു ഗൾഫേരൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ പള്ളിൻ്റെ മുമ്പിലുള്ള 10 സെൻറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഞാനത് സെൻറ്റിന് 1 ലക്ഷമായിട്ട് 10 ലക്ഷത്തിന് വാങ്ങിയതാണ്. അതിന് പട്ടയുണ്ടായിരുന്നില്ല, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട്, എൻ്റെ പേരിൽ രജിസ്റ്ററാണ്, സൈഡൊക്കെ ഞാൻ കെട്ടി വൃത്തിയാക്കിയതാണ്, ഇപ്പം കാണുന്ന കോലത്തിൽ ഞാൻ ആക്കിയതാണ്. സെൻറ്റും ഒരു 50 ഉറുപ്പ്യ കിട്ടണം, 15 ലക്ഷത്തിനാണെങ്കിൽ അനക്ക് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഓനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് 2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, എടാ നമ്മളെ പള്ളിയുടെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് വാങ്ങണമെന്നുണ്ട്, 15 ഉറുപ്പ്യായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും വാങ്ങിയാലും ചോദിച്ചപ്പോൾ ചോദിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല വാങ്ങിക്കോ, നല്ല സ്ഥലമാണ്, 15-ന് അത് നഷ്ടമൊന്നുമില്ലായിരുന്നു. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ കാക്കാം നമ്മളാ പള്ളിൻ്റെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് ഞാൻ പെര വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കരുതിയിട്ടുണ്ട്, 15 ഉറുപ്പ്യക്ക് തരാമെന്നാണ് പറയണത്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മോനും പറഞ്ഞു വാങ്ങിക്കടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വന്നുങ്ങാണ്ട് 1 ലക്ഷം ഉറുപ്പ്യ അഡ്വാൻസ് തന്നാണ്ട് ബാക്കി 3 മാസം കൊണ്ട് തരാമെന്നും പറഞ്ഞുങ്ങാണ്ട് പോകുമ്പോൾ കിട്ടണ 5 ലക്ഷം ഉറുപ്പ്യല്ലേ തൊയ്യീബാണ്, അതങ്ങോട്ട് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ നേരാകാൻ വേറൊന്നും ചെയ്യണ്ട. ഇതാണ് തൊയ്യീബ്. ഇവിടെ നമ്മളെങ്ങനെ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും കച്ചവടക്കാരാണ്. എല്ലാ മനുഷ്യന്മാരും ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് കച്ചവടക്കാരായിക്കാരം. വാങ്ങാത്തവരും വിൽക്കാത്തവരും ആരുമില്ല. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരാണ്. എത്രയ്ക്ക് ഇജ്ജത് വാങ്ങിയെന്ന് ചോദിച്ചാൽ അത് ഇപ്പം എന്തിനാ ഇജ്ജറിയണതെന്ന് ചോദിക്കും. വാങ്ങിയ വില നമ്മൾ പറയാൻ തയ്യാറില്ല. എന്തേ കാര്യം അതന്നെയാണ് പ്രശ്നം. ഏറ്റവും നല്ല അമല് കച്ചവടമാണ്. കേടുവന്നാൽ അത്ര മോശപ്പെട്ട വേറൊരു പണിയില്ല. നല്ലത് കേടുവന്നാലാണ് ഏറ്റവും മോശമാകുക. എത്തിങ്ങാനെന്ന് ചാടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. എത്തിങ്ങാനെന്ന് ദർശന്ന് ചാടിപ്പോയ ആൾക്കാരൊന്നും പിന്നെ ഒന്നിനും പറ്റാതാവും. നല്ലത് കേടുവന്നാൽ ഒറ്റ മോശമായി. ഏറ്റവും നല്ല അമൽ കച്ചവടമാണ്. ഏറ്റവും നല്ല സ്വാലിഹായ നല്ല വരുമാനമുള്ള കച്ചവടക്കാരന് സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സിദ്ദീഖീങ്ങളോടും ഒപ്പം സ്വർഗത്തിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. അപ്പൊ കച്ചവടത്തിൽ 2 എണ്ണം വേണം. വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രം പോരാ, കച്ചവടത്തിൽ 2ഉം വേണം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാവും. സിദ്ദീഖ് റളിയല്ലാഹു കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു കച്ചവടക്കാരനായിരുന്നു. തുണി വ്യാപാരിയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തുണിക്കച്ചവടക്കാരനാണ്. ഖലീഫയായി മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം മൂപ്പര് തുണിക്കച്ചവടത്തിന് പോവുകയാണ്. ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ടു. എവിടുക്കാപ്പം നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടുകാരെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് പോകാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാൽ എൻ്റെ കുട്ടികളെ കാര്യം ആരാ നോക്കുക പറഞ്ഞു. ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പൊതു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ ഖജാഞ്ചിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്. ഒരാളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾതോ ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക ചോദിച്ചു. ഒരാൾത് കൊടുത്തിട്ട് ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക? സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഒന്നായിക്കോട്ടെ, 2 ആൾത് ഭാര്യൻ്റെ കൂടെയും കൊടുത്തോളാറുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂലായിരുന്നു. 2 ആൾത് കൊടുത്തിട്ട് കുട്ടികളത് എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കൊടുക്കാനുള്ള മടി അക്കാലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഉണ്ടായി. ഉസ്താദ്മാർ ആരെയും സ്വകാര്യത്തിൽ കണ്ടിട്ടില്ല, വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഒരു സംഭവവും ഇല്ല.
നമ്മളൊക്കെ മലപ്പുറത്തേരും മലബാറുകാരും ഒക്കെ ആയതുകൊണ്ട്, മലപ്പുറം കോഴിക്കോട് ആയതുകൊണ്ട് ഏകദേശം നാട്ടിൽ എങ്ങനെയൊക്കെയാണ് എനിക്കറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തോന്നും ഇവിടുന്ന് ആരോ ഫോൺ ചെയ്തിട്ടുണ്ട് മൂപ്പർക്ക് തോന്നും. ഒന്നാമത് ഫോൺ ചെയ്താൽ എടുക്കുന്ന സ്വഭാവം തന്നെ എനിക്കില്ല എന്നുള്ളതാണ്. വാട്സാപ്പ് എപ്പോഴേലൊക്കെ ഒന്ന് നോക്കും എന്നുള്ളതാണ് സംഗതി. നമ്മളൊക്കെ നാടുകളിൽ ഇങ്ങനെയാണ്. എന്തായാലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി. അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാന്നും കൂടി പരിഗണിക്കണം കേട്ടോ. എല്ലാവരുടെ ഉള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ ഖദർ കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു. പക്ഷേ മഹാനവർകൾ വഫാത്തിന്റെ മുന്നേ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചുകൊണ്ടാണ് വഫാത്തായത്. വഫാത്താവുന്നതിന് മുമ്പ് തൻ്റെ ഒരു മുതലുണ്ടായിരുന്നു അനന്തരമായി വന്ന, അത് മുഴുവൻ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് ലഭിച്ച മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു.